മനോഭാവം മാറ്റുക, എല്ലാവർക്കും ചെവിയും കേൾവിയും സംരക്ഷിക്കാൻ കഴിയുന്ന ലോകം സൃഷ്ടിക്കാം. ഞാൻ ഡോക്ടർ ബിനു ജോൺ ഞൊണ്ടിമാക്കൽ, സീനിയർ കൺസൾട്ടൻറ്റ് ENT സർജൻ, കാരിത്താസ് മാതാ ഹോസ്പിറ്റൽ, തിളകം. 2007 മുതൽ എല്ലാ വർഷവും മാർച്ച് 3-ാം തീയതി ലോക കേൾവി ദിനമായി ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ആചരിക്കുകയാണ്. ജനങ്ങൾക്ക് കേൾവിയെപ്പറ്റിയുള്ളൊരു അവബോധം സൃഷ്ടിക്കാനായിട്ടും കേൾവി സംരക്ഷിക്കാനുള്ള അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദിനം ഇങ്ങനെ ആചരിക്കുന്നത്. നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 430 ദശലക്ഷം ആൾക്കാർക്ക് കേൾവിക്കുറവുണ്ട്. അതിൽ 34 ദശലക്ഷവും കുട്ടികളാണ്. നമ്മുടെ ചെവിക്ക് 70 ഡെസിബിൾ വരെയുള്ള സൗണ്ടാണ് കുഴപ്പമില്ലാതെ, ചെവിക്ക് ഡാമേജ് ഇല്ലാതെ കേൾക്കാൻ സാധിക്കുന്നത്. 85 ഡെസിബിളിന് മുകളിലുള്ള ശബ്ദം തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരുന്നാൽ അത് പലപ്പോഴും കേൾവി തകരാറുണ്ടാക്കും. നമുക്കൊരു പടക്കം പൊട്ടുമ്പോൾ അത് 120 തൊട്ട് 140 വരെ ഡെസിബൽ ശബ്ദമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചെറുപ്പക്കാരിൽ ഹൈ സൗണ്ട് ഇൻറ്റൻസിറ്റി ഡാമേജ് ഉണ്ടാക്കുമ്പോൾ അത് 2-3 ദിവസത്തിനുള്ളിൽ നോർമലാകും. പക്ഷേ പ്രായമേറിയവരിൽ അത്രയും വലിയ സൗണ്ട് ഉണ്ടാക്കുന്ന ഡാമേജ് പലപ്പോഴും അത് നോർമലാകത്തില്ല. റോഡിൽ നമ്മൾ കാതടപ്പിക്കുന്ന ശബ്ദം ഹോണിൻ്റേതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ആവർത്തിച്ച് ചോദിക്കുക, സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക, അല്ലെങ്കിൽ ടിവിയുടെ സൗണ്ട് വളരെ ഉച്ചത്തിൽ വയ്ക്കുക, ഇതെല്ലാം കേൾവിക്കുറവിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെയുള്ളവരെല്ലാം നമ്മൾ കേൾവി പരിശോധനയ്ക്ക് വിധേയരാക്കുകയും മിക്കപ്പോഴും അവർക്ക് കേൾവി സഹായിയുടെ ആവശ്യം വരികയും അത് കൊടുക്കുകയും ചെയ്യേണ്ടി വരും. നമുക്ക് കാരിത്താസ് മാതാ ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ എല്ലാ പ്രായക്കാർക്കും വേണ്ട കേൾവി പരിശോധനകളും ചികിത്സാവിധികളും ചികിത്സാ സംവിധാനങ്ങളും അവൈലബിൾ ആണ്. നമുക്ക് മനോഭാവം മാറ്റാം. നമുക്ക് ഒരുമിച്ച് കേൾവി സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം.